നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കൾ, ചെറിയ പെൺകുട്ടികളടക്കം മദ്യപിക്കുന്നു എന്ന കണക്ക്. നമ്മുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതെങ്കിലും ഒരു പെൺകുട്ടി സുരക്ഷിതയാണ് എന്നറിഞ്ഞാൽ ആശ്ചര്യം കൂറേണ്ടതുണ്ട്. കാരണം ആർക്കും കയറി പിടിക്കാൻ പാകത്തിൽ മാറു തുടുപ്പിച്ച് മോഡേണായ വസ്ത്രം ധരിച്ച് വേശ്യയെപ്പോലെ വഹിയ സാനിയ എന്ന് പ്രവാചക ചക്രവർത്തി വിളിച്ച വേശ്യയെപ്പോലെ നമ്മുടെ തെരുവുകൾ തണ്ടുന്ന പെൺകുട്ടികൾ നാളെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, നാളെ അവർ മാനഭംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡൽഹിയിലെ ബസ്സിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യവും ആ ജ്യോതിയുടെ മരണവും, അതുപോലെ നമ്മൾ കണ്ട പെൺകുട്ടിയുടെ നിർമ്മലമായ ഒരു പെൺകുട്ടിയെ, സൗമ്യ ഭാവത്തോടുകൂടി പെരുമാറിയ പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് കൊന്ന ഒറ്റക്കയ്യന്റെ കഥയും അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ മക്കളുടെ നേരെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് നേരെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ജ്യേഷ്ഠന്റെ മക്കൾ, നമ്മുടെ ലാപ്പയുടെ മക്കൾ കടന്നു പിടിക്കുന്ന ലോകം ഇന്ന് സംജാതമായി. ആരുണ്ട് ഈ തിന്മകൾക്കെതിരെ ശബ്ദിക്കാനെന്ന് ഗൗരവമായി ആലോചിക്കണം. എനിക്കൊരഭിപ്രായമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചെന്ന് കണ്ട് പോലീസുകാരുടെ കൂടെ ആരോഗ്യമുള്ള, ധാർമ്മിക ബോധമുള്ള കുറച്ച് യുവാക്കൾ ഇറങ്ങണം. സാർ, നിങ്ങൾ വരൂ. പാതിരാത്രിയിൽ ഊടുവഴികളിലൂടെ, ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ, കവലകളിലൂടെ, ബസ് സ്റ്റോപ്പുകളിലിരിക്കുന്ന കുട്ടികളിലൂടെ രാത്രി 12 മണിക്കും 15 വയസ്സുള്ള, 17 വയസ്സുള്ള, 16 വയസ്സുള്ള ആൺകുട്ടികൾക്ക് കടത്തണ്ടയിൽ എന്ത് രാജ്യസ്നേഹമാണ് എന്ന് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ, നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ, അവരെ ഷോൾഡറിൽ കൈയിട്ട് മോനെ ഈ പീഡികച്ചെണ്ണയിൽ നട്ടപ്പാതിരാക്കുന്ന നിനക്ക് എന്താണ് പണി എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു സമൂഹം ഉണ്ടാകണം. അല്ലെങ്കിൽ വരും നാളുകളിൽ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. താനൂരുകാരെ, നിങ്ങൾക്കും എനിക്കും ലോകത്തിന്റെ ഏത് കോണിലും നോക്കൂ, ഗ്രന്ഥം, ഒടുവിലത്തെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഗ്രന്ഥം മാനവരാശി ഓർമ്മപ്പെടുത്തണം. വത്തഖൂ ഫിത്ന, നിങ്ങൾ സൂക്ഷിക്കണം ഫിത്നയെ. കുഴപ്പങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ വന്നാൽ നിങ്ങൾ അതിനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെയും അതിന്റെ അനന്തര ഫലങ്ങൾ വരും. നിങ്ങളെല്ലാവരും നശിച്ചു പോകും. ഈ അവസ്ഥയാ വരിക. പറ്റുമോ മുസ്ലിങ്ങളെ ചാനൽ കട്ട് ചെയ്യാൻ? നിങ്ങൾക്ക് സംസ്കാരമുണ്ടാകും. നിങ്ങളുടെ സംസ്കാരം ചോർത്തിയത് ചാനലുകളാണ്. നിങ്ങളെ നാക്കാലികളാക്കിയത് ചാനലുകളാണ്. നിങ്ങളെ നശിപ്പിച്ചത് മൊബൈലിലെ വൃത്തികേടുകളാണ്. ചില പെട്ടിക്കടകളിൽ, പരിസരങ്ങളിൽ കുട്ടികൾക്ക് 10 രൂപ കൊടുത്താൽ സെക്സ് കയറ്റി കൊടുക്കുന്ന എത്രയോ സ്ഥലങ്ങൾ. പാലക്കാട് +2 സ്കൂളിന്റെ മുമ്പിൽ ഡെയിലിയുള്ള കാഴ്ചയാണ്. സെക്സ് കയറ്റി മൊബൈൽ പോകുമ്പോ, ക്ലാസ്സിലേക്ക് പോകുമ്പോ ആ കടയിൽ കൊണ്ടുപോയി വെക്കും. തിരിച്ചു വരുമ്പോൾ 10 രൂപ കൊടുക്കും. അവിടെ ഈ മൊബൈലിൽ എല്ലാ സെക്സും അയാൾ കയറ്റി കൊടുത്തിട്ടുണ്ടാവും. ഈ വിധത്തിൽ നമ്മുടെ മക്കൾ മയക്കുമരുന്നിനടിമകളാണ്. നമ്മുടെ മക്കൾ സ്മോക്ക് ചെയ്യുന്നു. നമ്മുടെ മക്കൾ സിനിമാ തിയേറ്ററിൽ തെണ്ടുന്നു. നമ്മുടെ പെൺകുട്ടികൾ മഫ്ത ധരിച്ചിട്ടുണ്ട്, പർദ്ദ ധരിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ മഫ്ത ധരിച്ചിട്ടില്ല, ശരീരത്തിൽ പർദ്ദ ധരിച്ചിട്ടില്ല. അതെല്ലാം ആധുനിക ലോകത്തിന്റെ കൃത്രിമത്വങ്ങളാണ്, നാടകങ്ങളാണ്. ഇതെല്ലാം തിരിച്ചറിയാൻ ഒരു തലമുറ എവിടെ? ആൺകുട്ടികൾ എവിടെ? ഈ തിന്മക്കെതിരെ ശബ്ദിക്കാൻ ഒരു ജനപദം എവിടെ? ഇനിയൊരു പ്രവാചകൻ വരാനില്ല. രക്ഷിതാക്കളോട്, ഈ സദസ്സിലിരിക്കുന്നവരോട് ഒരൊറ്റ അപേക്ഷയുണ്ട്. സ്വന്തം മകൾ നാളെ അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകും. സ്വന്തം മകൻ ഒരു വേശ്യയെ കയറ്റിക്കൊണ്ടുവരും. ആരെയും തെരഞ്ഞെടുക്കാം, ആർക്കും എന്തുവാകാം, ആർക്കും എങ്ങനെയും അടിച്ചു പൊളിക്കാം. അതിനുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കും.